നമസ്കാരം. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കാര്യം ചെയ്താലും ചെയ്തില്ലെങ്കിലും അതിന് പോസിറ്റീവ് റിസൾട്ടാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് തൃശ്ശൂരിലെ പുള്ളില് അദ്ദേഹം കലിഗുമ്മൽ ചർച്ച എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. പഴയ പോലെ ആൾക്കാരുടെ പരാതികളൊക്കെ നേരിട്ട് കേൾക്കുക, വികസന സങ്കല്പത്തെ പറ്റിയുള്ള ചർച്ചകൾ നടത്തുക, അതിൽ നിന്നൊക്കെ ഉരുത്തിരിയുന്ന ആശയങ്ങൾ നടപ്പാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഉദ്ദേശം. അപ്പൊ അങ്ങനെ പുള്ളില് ഇത് നടക്കുന്ന സമയത്ത് കൊച്ചുവേലായുധൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ, ആ പ്രദേശവാസിയാണ്, അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിലേക്ക് തെങ്ങോ മരമോ എന്തോ വീണിട്ട് അദ്ദേഹത്തിന്റെ വീട് കേടായി. അപ്പൊ അത് റിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് കിട്ടണം എന്നുള്ള ഒരു പരാതിയുമായിട്ട് സുരേഷ് ഗോപിയെ സമീപിച്ചു. അദ്ദേഹം വിഷയം കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം അത് അദ്ദേഹത്തിന്റെ സ്കോപ്പിലുള്ള വിഷയമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ആളോട് പറഞ്ഞു, ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അത് നിങ്ങൾ പഞ്ചായത്ത്, വില്ലേജ് അല്ലെങ്കിൽ MLA തുടങ്ങിയിട്ടുള്ള ലോക്കൽ സംവിധാനങ്ങളിൽ, വാർഡ് മെമ്പർ, ബ്ലോക്ക് മെമ്പർ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളിൽ കൂടെ പോയാൽ മാത്രമേ ഇത് നടത്തി എടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിൽ നിന്ന് പരാതി പോലും സ്വീകരിക്കാതെ തിരിച്ചുവിട്ടു. ഇത് ഇടതുപക്ഷക്കാരൊക്കെ അങ്ങോട്ട് ഏറ്റുപിടിച്ചു. സുരേഷ് ഗോപി വലിയ തമ്പരാൻ ചമീയാണ്, അദ്ദേഹം പരാതി പോലും സ്വീകരിക്കുന്നില്ല, പരാതി വാങ്ങാതെ തിരിച്ചുവിട്ടു, അപമാനിച്ചു വൃദ്ധനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ആഘോഷിക്കാൻ തുടങ്ങി. നോക്കൂ, സുരേഷ് ഗോപി ചെയ്തതല്ലേ ശരി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാഷ്ട്രീയക്കാരൻ, നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ ശൈലി എന്ന് പറഞ്ഞാൽ, ആര് വന്നാലും അവരുടെ നിന്ന് ആ കടലാസ് മേടിച്ചു വയ്ക്കും, അവരെ കെട്ടിപ്പിടിക്കും, ചേട്ടാ പുറത്ത് തട്ടും, എല്ലാം ശരിയാക്കി തരാമെന്ന് പറയും. വീട് തകർന്ന വിഷമത്തിൽ വരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് വീണ്ടും ഒരു ഇത്തരത്തിലുള്ള പ്രതീക്ഷ കൊടുത്തിട്ട് ഇവന്മാർ പിന്നെ ഒന്നും ചെയ്യില്ല, അതങ്ങനെ തന്നെ ഇടും, ഇവര് തേരാപാര നടക്കും, അല്ലെങ്കിൽ ഇവരുടെ ഓഫീസുകൾ കയറി ഇറങ്ങും. അതിനേക്കാൾ എത്രയോ ഭേദമാണ്, എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന ആളോട് സംസാരിക്കൂ, അപ്പൊ അത് ചെയ്ത് കിട്ടേണ്ടതാണ് എന്ന് പറയുന്നത്. പിന്നെ സുരേഷ് ഗോപി ഈ പരാതി വാങ്ങി വെച്ചിട്ട് ഇത് നടത്തിയെടുക്കേണ്ടതായിട്ടുള്ള ലോക്കൽ ബോഡികളിലേക്ക്, MLAക്കോ അല്ലെങ്കിൽ ബ്ലോക്കിലേക്കോ പഞ്ചായത്തിലേക്കോ ഇടതുപക്ഷം ഭരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എന്ത് ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ളത് അദ്ദേഹത്തിന് ആലോചിച്ചറിയാം. അദ്ദേഹം പൊട്ടണമൊന്നുമല്ലോ. അപ്പൊ അത് സുരേഷ് ഗോപി പരാതി മേടിച്ച് ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ആ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ള വകുപ്പിൽ ഈ കൊച്ചുവേലായുധന് എന്തെങ്കിലും അർഹതയുണ്ടെങ്കിൽ അത് കൊടുക്കാതിരിക്കും. അപ്പൊ അതും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കൃത്യമായിട്ട് ഇദ്ദേഹത്തിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചുവിട്ടത്. ഇത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മാതൃകയാക്കേണ്ട ഒരു കാര്യം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സാധിക്കുന്നതേ പറയാവൂ, പറയുന്നത് ചെയ്തു കൊടുക്കും വേണം. സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്, അദ്ദേഹം പറയുന്ന കാര്യം ചെയ്തു കൊടുക്കും. അല്ലാതെ ഇവിടുത്തെ കുതിര രാഷ്ട്രീയക്കാരുടെ പോലെ എല്ലാം ശരിയാക്കാൻ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് പുറത്ത് തട്ടി ചിരിച്ച് പിന്നീട് മഷിയിട്ട് നോക്കിയാൽ കാണാത്ത രീതിയിൽ മുങ്ങാൻ അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു, അത് ആ വൃദ്ധനായിട്ടുള്ള അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും തിരിച്ചുവിടുകയും ചെയ്തു. അപ്പൊ അതിന് ഇങ്ങനെ കോലാഹലം ഉണ്ടാക്കുകയും അപ്പോഴേക്കും MLA നേരിട്ട് പോയിട്ട് പരാതി മേടിക്കുന്നു. അപ്പൊ വീട് തകർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായിട്ടുണ്ട്. അപ്പൊ അന്നൊന്നും ഇവർക്ക് ആർക്കും ഒരു ഉത്സാഹം ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ CPMന്റെ നേതാക്കന്മാര്, ജില്ലയിലെ നേതാക്കന്മാര് ഒന്നടക്കം ചെന്നിട്ട് അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും സുരേഷ് ഗോപി ചെയ്താലും ചെയ്തില്ലെങ്കിലും റിസൾട്ട് പോസിറ്റീവാ. അപ്പോ ഇത് നമ്മുടെ രാഷ്ട്രീയക്കാർ മാതൃകയാക്കേണ്ടതാണ്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ബോധ്യവും അതിനെ ഊന്നിക്കൊണ്ട് മാത്രമുള്ള കമ്മിറ്റ്മെന്റുകളും അത് കൃത്യമായിട്ട് ജനത്തിന് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ വന്നാൽ തന്നെ ഈ നാട്ടിലെ പകുതി പ്രശ്നങ്ങൾ സോൾവ് ആയി പോകും. അപ്പൊ അതിനൊരു ഉദാത്ത മാതൃകയാണ് സുരേഷ് ഗോപി. അപ്പൊ അദ്ദേഹം ഒരു പ്യൂർ രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു.